ഹായ് പ്രിയമുള്ളവരെ, സുനിൽ വാസുദേവാണ്. N4 നജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചൂടുള്ള ഉള്ളിവട കഴിച്ചിട്ടുണ്ടോ? ചൂടുള്ള പഴംപൊരി, ചൂടുള്ള പരിപ്പുവട, അതൊക്കെ ലൈവായിട്ട് കിട്ടുന്ന കടയുണ്ട് നമ്മുടെ എടവണ്ണപ്പാറ. ലൈവാണ്, മായങ്ങളില്ലാതെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന നല്ല അടിപൊളി നമ്മുടെ മാധവേട്ടൻ്റെ ചായക്കട. മാധവേട്ടൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ കട. അപ്പോൾ നമുക്കിന്ന് പോകാം മാധവേട്ടൻ്റെ കടയിലേക്ക്. മാധവേട്ടൻ്റെ ചായക്കടയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചായക്കട, മാധവേട്ടൻ്റെ ചായക്കട. മാധവേട്ടൻ ഭയങ്കര തിരക്കിലാട്ടോ, ഭയങ്കര തിരക്കാണ്. മാധവേട്ടാ, ചായ റെഡി അല്ലേ? റെഡി. മാധവേട്ടൻ്റെ ചായക്കടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലൈവ് സാധനമാണ്. അടിപൊളി, ഫുള്ളായിട്ട് ഹൗസ്ഫുള്ളാണ്. ഒരു പരമ്പരാഗത രീതിയിലുള്ള സംഭവമാണ്. മാധവേട്ടൻ തിരക്കാണ്. മാധവേട്ടൻ്റെ ചായക്കടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അടിപൊളി സാധനങ്ങൾ ഒക്കെ ലൈവ് സാധനങ്ങളാണ്. ഇതൊക്കെ കമ്പിയിൽ കൊത്തി ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കും. നമ്മളെ ഏട്ടൻ സജീവമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര ഫുള്ളാണ്. ഇത് എടവണ്ണപ്പാറയാണ്. എടവണ്ണപ്പാറ എളമര റൂട്ടിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഇതാട്ടോ, തിളച്ച് പൊന്തുകയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒക്കെ ലൈവ് സാധനമാണ്. നമ്മൾ സാധാരണ കടകളിൽ കാണുന്ന മാതിരി ഇങ്ങനെ ചൂടാക്കി വെക്കുന്ന പരിപാടിയില്ല. പരിപ്പോടിയും സാധനമൊക്കെ അടിപൊളിയാണ്. അടിപൊളി, സൂപ്പർ. 4 മണി സമയത്ത് നല്ല ചൂടുള്ളത് കഴിക്കണമെങ്കിൽ എടവണ്ണപ്പാറ വന്നാൽ മതി. എടവണ്ണപ്പാറ എളമ റോഡിൽ നമ്മളെ മാധവേട്ടൻ്റെ കടയിൽ വെച്ച് ആരും പറഞ്ഞുതരും. ഒക്കെ ലൈവ് സാധനം കേട്ടോ, നാച്ചുറൽ സാധനമാണ്. ഇതാട്ടോ, ഇവിടെ ഫുള്ളാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാ കൂൾബാർ മാതിരിയല്ല. 2 സൈഡിലും ആൾക്കാർ ഒരു പരമ്പരാഗത രീതിയിൽ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ടാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. ഇതെല്ലാവരും ഉണ്ട്. ഇതാട്ടോ, മാധവേട്ടൻ്റെ ചായ തിരക്കാണ്. വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. എപ്പോഴും തിരക്കാണ്, പക്ഷെ എന്നാലും ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. 25 കൊല്ലമൊക്കെ ഉണ്ടാവും. 25 വർഷമായി. ആദ്യം എടവണ്ണപ്പാറ സെൻട്രലായിരുന്നു. എടവണ്ണപ്പാറ സെൻട്രലായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി ഇപ്പൊ എടവണ്ണപ്പാറ നമ്മുടെ ഈ ജംഗ്ഷൻ, അതായത് എളമ റൂട്ടിന്റെ ഒരു സൈഡിൽ വീടാണ്. എടവണ്ണപ്പാറ വന്ന് ആരോട് ചോദിച്ചാലും ഇല്ലേ വന്നേട്ടാ? അതെ. ഇത് മാധവേട്ടന്റെ വലങ്കൈയാണ്.